ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹെൽത്തി റെസിപ്പിയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊളസ്ട്രോൾ അതുപോലെ തന്നെ ഡയബറ്റിക് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക്, അതായത് ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റിയ വിഭവങ്ങളൊക്കെ നമുക്ക് അറിയാം അല്ലേ. അത്തരത്തിലുള്ള ഒരു വിഭവമാണ് ഓട്സും ചെറുപയറും ഒക്കെ ചേർന്നിട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് ഒട്ടും സമയം കളയണ്ട, വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് ഒരു കൊച്ചു കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൂടി സെലക്ട് ചെയ്ത് വെക്കും. ആയുർവേദം പറയുന്നത് ഒരു പിടി ചെറുപയർ നമ്മൾ മുളപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും പരിഹാരം കാണാനായിട്ട് സഹായിക്കുമെന്നാണ്. മുളപ്പിച്ച ചെറുപയർ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്കെല്ലാം തന്നെ പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമ്മളിവിടെ കുറച്ച് ചെറുപയർ എടുത്തു വെച്ചിട്ടുണ്ട്. ചെറുപയറിന് പകരം ഇനി നിങ്ങളുടെ കയ്യിൽ വൻപയറാണ്, അല്ലെങ്കിൽ കടല അങ്ങനെയൊക്കെ ആണെങ്കിലും ഗ്രീൻ പീസൊക്കെ ആണെങ്കിലും അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മളിത് ഒന്ന് മുളപ്പിച്ചാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. നന്നായിട്ട് ഈ പയർ നന്നായിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിപ്പോൾ തലേ ദിവസം വെച്ചിരുന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോൾ അത് ചെറിയ മുള ഇങ്ങനെ പൊട്ടി വരും. അപ്പോൾ നമ്മളതെടുത്തിട്ട് ഒരു ദ്വാരമുള്ളൊരു പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇതേപോലെ മുള വന്നിട്ടുണ്ടാകും. നമ്മൾ മുളപ്പിച്ച് പയർവർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ പ്രോട്ടീൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ നിലനിർത്താനും ഒക്കെ സഹായിക്കും. അതുപോലെ നമ്മുടെ ദഹനമൊക്കെ കറക്റ്റായിട്ട് നടക്കാനായിട്ട് സഹായിക്കും. അകാല വാർദ്ധക്യം തടഞ്ഞ് യൗവനം നിലനിർത്താനായിട്ടും ഈ മുളപ്പിച്ച പയറിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇനി മുതൽ പയർ മുളപ്പിച്ച് വേണം കഴിക്കാൻ കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അത് ഞാനൊരു ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മുടെ മുളപ്പിച്ച പയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. വെള്ളം നമുക്ക് കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. പിന്നെ നമുക്കിതിലേക്ക് ഓട്സൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഇത് വേവിക്കാനായിട്ട് വയ്ക്കുന്നത്. മുളപ്പിച്ച ചെറുപയർ നമ്മൾ ഡയറക്റ്റ് പച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ ചിലർക്ക് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ആവിയിൽ വേവിച്ച് കഴിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ആഡ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നമ്മൾ വെന്ത് വരുന്ന സമയത്തേ ഇതിലപ്പോൾ ഒരു പച്ച കളറുള്ള തൊലിയില്ലേ, ആ തൊലി സെപ്പറേറ്റ് ഇങ്ങനെ പൊങ്ങി വന്ന് കിടപ്പുണ്ടോ, അങ്ങനെയുള്ളത് നമ്മളതൊന്നും എടുത്ത് മാറ്റുന്നത് നന്നായിരിക്കും ഈ ഒരു സമയത്ത്. ഇത് നമ്മൾ ഫുള്ളായിട്ട് വെന്ത് നന്നായിട്ട് വേകണമെന്നില്ല, അതിന് ഒരു 90% വേവായാൽ മതി. 1/4 കപ്പ് ചെറുപയറാണ് നമ്മൾ മുളപ്പിച്ച് എടുക്കുന്നതെങ്കിൽ ഒരു 3 സ്പൂൺ നമുക്ക് ഓട്സ് എടുക്കാം. ഇപ്പം നമ്മൾ കൂടുതൽ ഒരു 1/2 കപ്പോളം ചെറുപയർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ചുള്ള ഓട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരാൾക്കൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഒരു 3 സ്പൂൺ ഓട്സ് മതിയാകും. 3 അല്ലെങ്കിൽ 4 സ്പൂൺ ഓട്സ് ചേർക്കാം, ഓരോരുത്തർ കഴിക്കുന്നതിൻ്റെ അനുസരിച്ച്. ഓട്സ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അത്താഴത്തിനോ ഒക്കെ കഴിക്കാം. രാത്രി കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. രാത്രിയിലെ ഉറക്കം നന്നായിട്ട് നടക്കാനായിട്ട് സഹായിക്കും, നല്ല ദഹനം കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അകറ്റാനായിട്ടും സഹായിക്കും. ഓട്സിൽ അടങ്ങിയിട്ടുള്ള അയൺ, വൈറ്റമിൻ ബി എന്നിവയൊക്കെ നമ്മുടെ ശരീരത്തിന് ധാരാളം പോഷകങ്ങൾ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഓട്സ് ചെറുപയർ വേവിക്കുന്നതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പ്രമേഹ രോഗികൾക്കും അതുപോലെ കൊളസ്ട്രോൾ പ്രശ്നങ്ങളുള്ളവർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു ചെറുപയറും ഓട്സും ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ. ഇപ്പോൾ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. നമ്മളിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മളൊരല്പം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് നോക്കിയിട്ട് ഒരല്പം ഉപ്പ് കൂടി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഡയറ്റൊന്നും ചെയ്യാത്തവർക്കാണെങ്കിൽ ഇതിൽ വേണമെങ്കിൽ നമുക്കൊരല്പം തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് വാട്ടറി ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം നമ്മളിവിടെ കൂടുതൽ വെള്ളം ചേർത്തിട്ടില്ല, കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടുണ്ടാക്കാം. അപ്പോൾ അത് കുറുകലില്ലാതെ നമുക്ക് കോരി കുടിക്കുന്ന രീതിയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം, പക്ഷേ അത് ഡയറ്റ് ചെയ്യുന്നവർ ഒഴിവാക്കി ഇതേപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരല്പം തേങ്ങാപ്പീരയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓട്സ് കഞ്ഞിയുടെ ടേസ്റ്റ് വേറൊരു രീതിയിലേക്ക് മാറും, നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആകും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കാനായിട്ട് എടുത്തതെന്ന് പറഞ്ഞാൽ ബീട്രൂട്ടും ക്യാരറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന എന്ത് കറിയാണോ അത് കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കഴിക്കാം. ഇതിലേക്ക് ഞാൻ അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓട്സ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് രക്തസമ്മർദ്ദം വർദ്ധിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ നമുക്ക്
പരിഹാരം കാണാനായിട്ട് ഈ ഒരു രീതിയിൽ ചെറുപയർ മുളപ്പിച്ച് ഇതേപോലെ തയ്യാറാക്കി കഴിച്ചു കഴിഞ്ഞാൽ മാറിക്കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് ഗുണങ്ങൾ ഓട്സിൻ്റെയും ചെറുപയറിൻ്റെയും കണ്ടു അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ് ഇതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഓട്സ് കഞ്ഞി തയ്യാറാക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. ഇതിനു മുമ്പും നമ്മൾ കുറേ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് അതുപോലെ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.